നമസ്കാരം. കർക്കിടകത്തിലെ അവസാന ദിവസങ്ങൾ അതീവ പ്രാധാന്യം തന്നെയുള്ള ദിവസങ്ങളാകുന്നു. നാളെ അവസാന വ്യാഴമാണ്. ലക്ഷ്മി നാരായണ പ്രീതിക്ക് ഉത്തമമായ ദിവസം. അതിനാൽ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുൻപ് നാം മറക്കാതെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം നിങ്ങളുടെ വീടുകളിൽ ഏവരും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചില ഗുണകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചിങ്ങത്തിന് മുൻപ് ക്ഷേത്ര ദർശനം അനിവാര്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. നാളെ തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. ദൂരെ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കണം എന്നില്ല. അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ ദർശനം നിങ്ങൾ നടത്തുക. ഈ സമയം നിങ്ങൾക്ക് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകത്തിൽ പ്രത്യേകിച്ചും വഴിപാടുകൾ ചെയ്യുന്നത് അതീവ ശുഭകരമാകുന്നു. അവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുകയും അഥവാ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഇതിൽ പ്രധാനമായും ഒരു വഴിപാടിനെ കുറിച്ച് മനസ്സിലാക്കാം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത് ഭഗവതി സേവയാകുന്നു. വീട്ടിൽ കർക്കിടകത്തിൽ ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാണ്. സർവ്വ ഐശ്വര്യം വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടെ ഗണപതി ഹോമം കൂടി ചെയ്യുക. ഒട്ടുമിക്ക വ്യക്തികളും കാലാകാലങ്ങളായി ചെയ്തു പോരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഈ കാര്യം ചെയ്യുകയും നമ്മുടെ പിൻതലമുറക്കാർ ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. ആ വ്യക്തികൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ആ വീടുകളിൽ ഐശ്വര്യം കാലാകാലം നിലനിൽക്കുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഏവർക്കും ഇത് സാധിക്കണം എന്നില്ല. അതായത് വീടുകളിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾ പ്രത്യേകമായി ഒരു കാര്യം ചെയ്യുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദർശനം നടത്തുകയും ഗൃഹനാഥന്റെ പേരിൽ അഥവാ ഗൃഹനാഥന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് തീർച്ചയായും ഈ വഴിപാട് ചെയ്യുക. അതിനാൽ തന്നെ മുൻകൂട്ടി ഷീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവതി സേവയും അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ കുടുംബത്തിലേക്ക് വന്നു ചേരും. കാലാകാലങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. എല്ലാ മാസവും ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്നവർ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ഈ വഴിപാട് എല്ലാ മാസവും, അത് ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി നടത്തുവാൻ ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കർക്കിടകത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളാലോ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല. സാധിക്കുന്നവർ തീർച്ചയായും ഈ സമയം ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന എണ്ണ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യുക. വിദേശത്തുള്ളവരാണ് എങ്കിലും ഈ കാര്യം ചെയ്യാവുന്നതാണ്. പണം മാറ്റിവെക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സാധിക്കുന്നവർ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ തങ്ങൾക്ക് സാധിക്കുന്നതായ സമയത്ത് ഈ പണം കുടുംബക്ഷേത്രത്തിലെത്തി നൽകുകയോ അല്ലെങ്കിൽ നടയിൽ സമർപ്പിക്കുകയോ ചെയ്യുക. ഇനി കർക്കിടക അവസാന ദിവസങ്ങളിൽ നാം ഒരു വസ്തു ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇത് എന്താണ് എന്നും എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. പ്രസാദം തുളസിയില നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നതായ ആ തുളസി ഇലകൾ നിങ്ങളെ തുളസിത്തറയിൽ ഇടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അല്പം മണ്ണെടുത്ത് അതിന് മുകളിലായി ഇടുക. ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം. ഇനി തുളസിത്തറയില്ല, തുളസിയാണ് ഉള്ളത് എങ്കിൽ ആ തുളസിക്ക് കീഴെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയധികം ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു.
പ്രധാനമായും സർവ്വ ഐശ്വര്യം തന്നെ അവരുടെ ഗൃഹങ്ങളിലേക്ക്, വീടുകളിലേക്ക് വന്നു ചേരും. ആരെയും അതിജയിപ്പിക്കുന്നതായ ചില മാറ്റങ്ങൾ, ഉയർച്ച വന്നു ചേരാം. ശത്രുദോഷമുണ്ട് എങ്കിൽ പരിഹരിക്കുവാനോ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനോ സാധിക്കും. ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കുവാനും അത് പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ എല്ലാവർക്കും ഇപ്രകാരം സാധിക്കണം എന്നില്ല. സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു തുളസിയില പൂജാമുറിയിൽ നിങ്ങൾ സമർപ്പിക്കുക. എന്നാൽ അതിരാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം, സാധിക്കുമെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക. അല്പം ശുദ്ധജലം എടുക്കുക. ഒരു പുഷ്പം നിങ്ങൾ കൈകളിൽ എടുത്ത്, പ്രത്യേകിച്ചും മഞ്ഞ പുഷ്പം എടുക്കുന്നത് ശുഭമാണ്. കയ്യിലെടുത്തതിന് ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 10 തവണ ജപിക്കുക. ഓരോ തവണ ഉരുവിടുമ്പോഴും അല്പം ജലത്തിൽ ഈ പുഷ്പം മുക്കി തുളസിയിലയിൽ തളിക്കുക. ഓരോ തവണയും ജപിക്കുമ്പോഴും ഇപ്രകാരം ചെയ്യുക. ഇപ്രകാരം ജപിച്ചതിന് ശേഷം 108 തവണ ഓം മഹാലക്ഷ്മി ദേവിയെ നമഃ എന്ന മന്ത്രം ജപിക്കുക. ഈ മന്ത്രം കൂടി ജപിച്ചതിന് ശേഷം ഈ തുളസിത്തറയിൽ വയ്ക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. തുളസിത്തറ ഇല്ല എങ്കിൽ ഒരു മഞ്ഞ ചട്ടിയിൽ തുളസി നടുക. ശേഷം ഇങ്ങനെ ചെയ്ത് മുറ്റത്ത് സൂക്ഷിക്കുക. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തുളസിയുണ്ട് എങ്കിൽ ആ തുളസിയിൽ ഈ ഇല സമർപ്പിക്കാവുന്നതുമാണ്. ഇപ്രകാരം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധി അനിവാര്യമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ആരും കാണാതെയാണ് ഈ കാര്യം ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരവും കൂടുതൽ ഉത്തമവുമായി തീരും. പുറത്ത് ഈ കാര്യം ചെയ്തതായി പറയരുത്. പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതായ ഫലം ലഭിക്കുന്നതല്ല. പുഷ്പാഞ്ജലി പ്രസാദം ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമമാകുന്നു. എന്നാൽ അഷ്ടോത്തര മന്ത്രാർച്ചനയുടെ പ്രസാദം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലം നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ലളിതമായ കാര്യങ്ങൾ തന്നെയാകുന്നു. ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക.